ജനാധിപത്യ പ്രക്രിയ അതിൻ്റെ ഉന്നത രൂപത്തിൽ വിനിയോഗിക്കാൻ ശാന്തഗംഭീരമായ അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടാണ് ഈ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം നടന്നത്. അതിൽ ശാന്തമായി നോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പൊതുവിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. റിസൾട്ട് വരുമ്പോൾ പൊതുവിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പത്തേക്കാളേറെ വിജയം കൈവരിക്കും, സംശയമൊന്നും വേണ്ട. നിലവിൽ 5 സീറ്റായിരുന്നു ഉണ്ടായിരുന്നു. അതെന്തായിരുന്നാലും വർദ്ധിച്ച് 9 സീറ്റും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല റിസൾട്ടായിരിക്കും LDFനെ സംബന്ധിച്ചോളം. പോളിംഗ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഞാൻ ഉന്നയിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് SIR, 2 ഓരോ സ്ഥലത്തും നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അനുഭവിച്ച ആവശ്യിച്ച ജനത ആ കാര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ നിലയിലും നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ SIR പരിശോധിച്ചപ്പോൾ ഉദാഹരണം, കഴിഞ്ഞ പ്രാവശ്യം 1,68,034 ഏറ്റുമാനം ടോട്ടലോട്ട് പോൾ ചെയ്ത 1,22,417. ഈ പ്രാവശ്യം 1,57,729 വോട്ടേ ആകെയുള്ളൂ. അപ്പോൾ 11,000 വോട്ട് അവിടെ കുറഞ്ഞു. പോൾ ചെയ്ത് 1,20,966. കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണ് പോൾ ചെയ്തത്, പക്ഷേ പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളതിന് മറുപടിയാണ്. ആ പൊതുവിൽ കണ്ട സ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നല്ല മുന്നേറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് പാലാ ഉൾപ്പെടെ നല്ല റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത് LDFന് അനുകൂലമായി. ചില സ്ഥലത്ത് BJP ഡീല് നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് കടുത്തുരുത്തിയാണെന്നാണ് താഴെ നിന്ന് വന്ന റിപ്പോർട്ടിൽ കാണുന്നത്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, VD ജയസായി. അങ്ങനെയുള്ള ബന്ധങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും സ്ഥാപിച്ചിരുന്നു. ഈ പ്രാവശ്യവും അത് തുറന്നതായിട്ടാണ് താഴെ നിന്ന് വന്ന റിപ്പോർട്ടുകൾ കാണുന്നത്. പൊതുവിൽ ഈ ജില്ലയിൽ SIR പ്രകാരം കുറവ് വന്നിട്ടുള്ള കണക്ക് വളരെ പ്രകടമായി പറഞ്ഞാൽ 2021 നമുക്കുണ്ടായിരുന്നത് വോട്ടുകൾ ഓരോ സ്ഥലത്തും എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിരുന്ന വോട്ടുകളേക്കാൾ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഉള്ള വോട്ടുകൾ. അത് 15,000 മുതൽ 11,000 വരെ താഴ്ന്നു നിൽക്കുന്ന രൂപത്തിലാണ് ഓരോ മണ്ഡലത്തിലും വോട്ടുകൾ കുറവ് വന്നിട്ടുള്ളത്. ആ കുറവുകളെ ആസ്പദമാക്കി പോൾ ചെയ്ത വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞപ്പോഴും പെർസെൻറ്റേജ് കൂടി വരുന്നു. ഇതാണ് പ്രധാനമായി കാണുന്നത്. അതാണ് ഈ പെർസെൻറ്റേജ് കൂടി എന്ന് പറയുന്ന കാര്യങ്ങൾ.